125 ആണ്. ശരിയാണ് കേട്ടോ ഇതിന്റെ ചാർജ്. ഇതിപ്പോ ഫംഗസ് കുറവാണ്. പെറ്റൂണിയെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. പക്ഷെ പെറ്റൂണിയെ ശരിയാക്കി എടുക്കണമെങ്കിൽ കൊള്ളാല്ലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഫെയറി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ആര്യനാട് പോകുന്ന വഴിക്കുള്ള ഒരു നഴ്സറി ഗാർഡനിലാണ് കേട്ടോ. അപ്പോൾ ആ ഗാർഡൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറേ ടിപ്സുകളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഒരു പെറ്റൂണിയ മേടിച്ചോണ്ട് എൻ്റെ അത്രയും പോയി കേട്ടോ. അതെന്താ വെള്ളം കൂടുതൽ പാടില്ല. ഓ അത് ശരി. ഇതല്ല. ഓ അത് ശരി. തൊട്ടടുത്ത സ്ഥലമാണ് കുമളി. അവിടുത്തെ കമ്പോസ്റ്റ് ഒക്കെ ശരിക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അവര് പെട്ടെന്ന് ഗ്രോത്തിനായിട്ടുള്ള വളം കൊടുക്കും. ചെടി ഈ ചകിരിച്ച് ഇത് അടിയിൽ വരുന്നത് മറ്റേ ഗിഫിയിൽ വരുന്നതാണ്. ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആണ്. ഇതില് ഫംഗസ് കയറി കഴിഞ്ഞാൽ സാധനം. അപ്പൊ നമ്മൾ നനവ് കൂടി കഴിഞ്ഞാൽ ഫംഗസ് ഉണ്ടാവും. ഇത് ചെടി നമ്മള് മിനിമം ഡ്രൈ ആയിട്ട് വളർത്തി കഴിഞ്ഞാല് അധികം ഒരു 10 മണിന്റെ വെയിലടിക്കുക. പക്ഷെ നമ്മള് നനയ്ക്കാതെ ഹാങ്ങിങ് പോട്ട് തൂക്കിട്ട് കഴിഞ്ഞാൽ കംപ്ലൈന്റ്. ഇതൊക്കെ എങ്ങനെ പൈസ വരുന്നത്? ഇതിന് 55 രൂപ. ഇതും അങ്ങനെ ഈ പറഞ്ഞ കണക്കുള്ള. ഇതിന് വെള്ളവും കുറച്ച് മതി. പിന്നെ അത്യാവശ്യം ഇത് ചെടി നിൽക്കുന്നതാണ്. പിന്നെ ഏറ്റവും ബസ് നമ്മുടെ മണലിൽ ഇതിനെ റീപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും. ചെളിയില്ല. മണ്ണിലാകുമ്പോൾ ഡിസീസ് കൂടുതലാണ്. മണലാകുമ്പോൾ ഡിസീസ് കുറയും. അപ്പൊ ഈ ഇൻഫെക്ഷൻ കൂടുതൽ സാധ്യത മണ്ണിലാണ്. ബാക്ടീരിയ കൂടുതലുണ്ടാകും. നീ പറഞ്ഞുതരാം. ഈ നമ്മള് 2001 പിന്നെ മണൽ അലോഡ് അല്ലാതെ പിന്നെ മണ്ണിൽ വെച്ചത്. പിന്നെ എങ്ങനെയാലും ഇത് കാരണം നമ്മൾ കൂടുതൽ ചെടിയോട് പോകുന്നത് വെച്ചാൽ ഒന്നീ കടുത്ത ചൂട്, അല്ലെങ്കിൽ കടുത്ത മഴ. ഈ രണ്ട് കാലാവസ്ഥയാണ് നമുക്ക് കേരളത്തിലുള്ളത്. അതാ ഇത് നമ്മൾ കുമളി പോയി കഴിഞ്ഞാൽ അവിടെ എപ്പോഴും മഞ്ഞാണെങ്കിൽ മഴയാണെങ്കിലും ഒരേ കാലാവസ്ഥ. പക്ഷെ അവിടുത്തെ ചെടിയിൽ അവിടെ എന്തുപോലെ ഒന്നും ഒരു പ്രശ്നമല്ല. ഇല്ല. ടാങ്കിലാണ്. ടാങ്ക് ബോർഡിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എയർപോർട്ട് ക്ലോസ് ഇല്ലെങ്കിൽ ചെടി എപ്പോഴും തെറ്റുമെങ്കിൽ നന്നായി. പിന്നെ രാവിലെ അതിൽ 10-11 മണി വെയിൽ തന്നെ പ്രശ്നമല്ല. അതിന് ശേഷമുള്ള വെയിലാണ് അടിക്കുമെങ്കിൽ ക്ലൈമറ്റ് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ നിന്ന് എടുത്തെടുക്കണം. എടുത്തെടുത്ത് കഴിഞ്ഞാൽ അത് പൂത്തത് ശേഷം എടുക്കാവോ? ഈ ചെടി പൂത്തതിന് ശേഷം അങ്ങനെ എടുക്കാം. ഇനിയും പറഞ്ഞുതരാം. ചെറിയ പ്ലാസ്റ്റിക് കപ്പില്ലേ, വൈറ്റ് കപ്പ്, ഒരു കട്ടിങ് സൈഡ് വൈറ്റ് കപ്പ് കുത്തി വെച്ച് കഴിഞ്ഞാല് ഹ്യൂമിഡിറ്റി കിട്ടും. ഫംഗസ് കയറാതെ പൊടിച്ച് വരുന്നത് വരെ. ചെടി എടുത്തൊക്കെ കുലിക്ക് സർവ് തടി കുലിക്കുണ്ട്. ഈ ഡാർക്ക് ബ്ലൂ ആണോ? പിങ്കും വെള്ളം. ഇത് പിങ്കും വെള്ളം. പിന്നെ കളർ വേണം. അതും വേണം. വൈറ്റും വേണം. എൻ്റെ ഇപ്പം ഒന്നും ഇല്ല. അത് എല്ലാ കളറും റെഡും ബാക്കിൽ വരി വെച്ചിട്ട് വേറെ ദിവസം വൈകിട്ട് നനയ്ക്കണം. പിന്നെ വെജിറ്റബിൾ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഉപ്പ് പുളി ഒന്നും തരുത്. വെജിറ്റബിൾ വേസ്റ്റ് നനച്ചു കൊടുക്കുക. ഓരോ ദിവസം 30 ദിവസം ആകുമ്പോഴും ചാക്ക് ഫില്ലാകുമ്പോഴും നന്നാ നനച്ചിട്ട് ഈ ചാക്കിന് തിരിച്ചു വെക്കണം. തിരിച്ചു കഴിയുമ്പോൾ അടിഭാഗത്തിന് കീറിയിട്ട് അവിടെ നിന്ന് എടുക്കണം. പക്ഷെ ആരും അത് ചെയ്യാറില്ല. നമുക്കിനി റെഡ് ഇതൊന്നും ഡാമേജ് ആണ്. ഇത്രയും ഇത് വേരോട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്പൊ അതിന് മെയിനായിട്ട് ഇത് പോകേണ്ട കാരണം
ചരിച്ചിടണം. ഇതിൽ നമ്മൾ നനവ് കുറച്ച് കഴിഞ്ഞാലും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ ഫംഗസ് കുറവാണ് എങ്കിലും ഈ ചെടിയെ സംബന്ധിച്ചിട്ട് ഇതിന് ഈ മൂടിന് പെട്ടെന്ന് കേട്ടൊരു സാധനം. എന്നാൽ ഈ കട്ടിങ് നമ്മൾ വെട്ടിച്ചാൽ പൊടിച്ചു ഇത്ര വാടിയതാണ്. ശരി. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പൊ ഇരുന്ന ചകിരിച്ചോറൊക്കെ മാറ്റണം. ചകിരിച്ചോറ് എടുക്കണ്ട അങ്ങനെ തന്നെ എന്തായാലും ഈ കുമിൾനാശിനിയില്ലേ ഇട്ടുകൊടുത്താൽ സീഡോമോണോപൊട്ടാസോ അങ്ങനെയൊന്നും ഇട്ട് കഴിഞ്ഞാൽ ഫംഗസ് മാറിപ്പോകും. അപ്പോൾ കുറച്ച് മണ്ണ് വെച്ചിട്ട് നമ്മുടെ മണ്ണിലോട്ട് റിപ്പോർട്ട് ചെയ്യും. പക്ഷെ മണലാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാനില്ല. കാരണം ഇതിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ വെള്ളം ഇല്ലെങ്കിൽ ഇതിലാവും വെള്ളം നിൽക്കും. ചെറിയ വെള്ളം. അപ്പോൾ അച്ഛൻ ചെയ്തു തരണം. അച്ഛൻ്റെ പണിയൊന്നുമില്ല. അല്ല ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്. കണ്ടോ 17 തരം വെറൈറ്റി പെറ്റൂണിയ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നേ. ഞാനീ 17 വാങ്ങിച്ചു കേട്ടോ. നമുക്കൊന്ന് പരീക്ഷിക്കണമല്ലോ. പക്ഷേ ഇത് നല്ല പെറ്റൂണിയാണ് കേട്ടോ. ഞാൻ മുമ്പ് വാങ്ങിയതുപോലല്ല. ഇതിനകത്ത് മുൻപ് വാങ്ങിയതിനകത്ത് 1 or 2 ലീഫ് അത്രയും മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 55 പക്ഷേ നമുക്ക് 50 രൂപയായിട്ട് തന്നു കേട്ടോ. പക്ഷേ ഈ 50 രൂപ മറ്റത് 30 രൂപയ്ക്ക് നമുക്ക് ഒരു ചെറിയ തണ്ടല്ലേ വെച്ചിരുന്നത്. ഇതങ്ങനെയല്ല. ഇത് നല്ല നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്. ഇതിനകത്തൊരു 7-8 തരം ലീഫുകൾ തന്നെ നമുക്ക് അതിനകത്ത് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള പ്ലാന്റ് ആയിരുന്നു. കണ്ടില്ലേ ഇതിൻ്റെ ഭംഗിയാ. പല പല കളേഴ്സ് കേട്ടോ. നല്ല രസമുണ്ട്. അത് മാത്രമല്ല വേറെ കുറേ ചെടികൾ നല്ല ഫ്ലവേഴ്സുള്ള ഒത്തിരി വെറൈറ്റി ചെടികൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നേ. ഇദ്ദേഹത്തിന് ഫ്ലവർ ഷോ നമ്മുടെ മ്യൂസിയത്ത് ഫ്ലവർ ഷോയും ഉണ്ടായിരുന്നു. 125 ആണ് കേട്ടോ. കൂട്ടത്തിൽ റോസിൻ്റെയും ബൊഗൈൻ വില്ലയൊക്കെ ഫ്ലവേഴ്സും ഒത്തിരി കുറവാണ്. അതെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ അതേ ഇതുപോലെ വള്ളിച്ചെടികൾ, നല്ല ഫ്ലവറിങ് ഉള്ള വള്ളിച്ചെടികളുടെയൊക്കെ ഒത്തിരി കളക്ഷൻസും ഈ ഗാർഡനിലുണ്ട്. അപ്പോൾ ഈ ഗാർഡൻ്റെ നമ്പറും ഇതിൻ്റെ പേരും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അതിന് വേണ്ടുന്ന എവിടെയാണെന്നൊക്കെ കറക്റ്റായിട്ടുള്ള വഴിയൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇത് മഴ തന്നെ പെയ്യുമെങ്കിൽ ഒരു വെള്ളം വലിച്ചു വേണ്ട കപ്പാസിറ്റിയില്ല. അത് മഴ നനയാലും എത്ര മണി പെയ്യും. നമ്മുടെ പട്ടത്തൊരു വീട്ടിൽ പണ്ട് ഇറങ്ങി തന്ന ഒരു 4000 രൂപ ശരിയാണ്. ഇപ്പോഴും ഈ താമര ഉണ്ടോ, ഈ നല്ല വലിപ്പമുള്ള താമര കേട്ടോ. അതിന് 300 രൂപയാണ്. ഇത് ഞാനങ്ങ് വാങ്ങിയേ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് അത് മാത്രമല്ല കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് ഇവർക്കുണ്ട്, ഒരുപാടുണ്ട്. നല്ലൊരു നഴ്സറിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നഴ്സറി. എല്ലാം വളരെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്, ഒത്തിരി നല്ലൊരു ആളല്ല അവിടുത്തെ സെയിൽസ് നിൽക്കുന്നത്. ഇവിടുത്തെ ആളെന്ന് പറയുന്നത് ബെസ്റ്റ് ആൾ. നമുക്കെല്ലാം പറഞ്ഞു തരാനായിട്ട് നല്ല ഒരു മനുഷ്യനെ കിട്ടി നമുക്ക്.
അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മേടിക്കാൻ നമ്മൾ ഒന്നും മേടിക്കണ്ടെന്ന് വിചാരിച്ചാൽ പോലും മേടിച്ച് പോകും. ചില സെയിൽസ്മാൻമാർ അങ്ങനെയാണ്. ഇത് സെയിൽസ്മാൻ അല്ല കേട്ടോ, ശരിക്കും ഞാൻ സെയിൽസ്മാൻ എന്നാണ് വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ പരിചയപ്പെട്ട് വന്നപ്പോഴാണ് ഇതിൻ്റെ ഓണർ തന്നെ അദ്ദേഹമാണ്. എന്ത് എളിമത്തുള്ള മനുഷ്യനാണെന്ന് നോക്കി. സാധാരണ നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ടല്ലേ അവരൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഇദ്ദേഹമാണ് ഇതിൻ്റെ ഈ ഫാമിൻ്റെ ഓണർ. പോരെങ്കിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ കൃഷി രീതികളെയൊക്കെ പറഞ്ഞു തരാൻ ഒരു മടിയുമില്ലാത്ത ഒരു നല്ല മനുഷ്യൻ. പേര് രാജൻ എന്നാണ് കേട്ടോ. ഫ്രൂട്ട്സിൻ്റെ അതിവിശാലമായ കളക്ഷൻസ്. $250 ആണ് കേട്ടോ ഇതിൻ്റെ ചാർജ്. ഇത്രയും വലിയ പുതിയ എല്ലാം അടിയിലോട്ട് വരുള്ളൂ. അപ്പോൾ മുകളിൽ ഇതേ ജാമായിരിക്കും. അപ്പോൾ എന്ത് അവനെ എല്ലാം വലിച്ചു കളയണം. വലിച്ച് കളയണം. മനസ്സിലായി, വലിച്ചു കളഞ്ഞാലേ അത് കയറി വരുള്ളൂ. ഇത് നാളെ കിളി വന്ന് കിണ്ടിക്കോ. 2 വരയ്ക്കണം. പറഞ്ഞതിന് 5000 സാധനത്തിരിക്കുകയാണ്. 5000 മുതലാകത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ പേസ്റ്റ് ആക്കുക, കുഴച്ച് വയ്ക്കണം. 3 ദിവസം കഴിഞ്ഞ ശേഷം ഇതിനകത്ത് നമ്മൾ ചെറിയ ഉരുള വെക്കുക. ഉരുളോട്ട് ഉണക്കണം. ഉണക്കിക്കഴിഞ്ഞാൽ ഏത് ചെടിക്ക് ഉപയോഗിക്കാം. വാട്ടർ പ്ലാന്റ് ഉപയോഗിക്കാം. മറ്റു പ്ലാന്റ്സ് മുട്ടിലാതെ മണ്ണ് കണ്ടിട്ട് ആവശ്യം. കണ്ടില്ലേ, ഇതാണ് ഹിമ നഴ്സറി, ചാരുമൂട്, ആര്യനാട് പോകുന്ന വഴിക്കാണ് കേട്ടോ. അങ്ങനെ ദേ വീണ്ടും ഞങ്ങളുടെ ഡിക്കി നിറച്ച് ചെടികളായി കേട്ടോ. ഇത്തവണ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെറ്റൂണിയായിട്ടാണ് ഞാൻ യാത്ര. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു ആന്തൂറിയാണ് കേട്ടോ, വേറെ നഴ്സറിയിൽ നിന്ന് മേടിച്ച ആന്തൂറിയം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട്. അതുവരേക്കും ബൈ ബൈ.